Hi friends, welcome to my channel. Today I am going to discuss regarding OET speaking. Let's start. നമുക്ക് ഇന്നൊരു സ്പീക്കിംഗ് ആയാലോ. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ലോൺ കേസാണ്. അപ്പോൾ ഒരു സ്പീക്കിംഗ് കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? എല്ലാവർക്കും സ്പീക്കിങ്ങിൻ്റെ ക്രൈറ്റീരിയാസൊക്കെ അറിയാമെന്ന് ഞാൻ കരുതുന്നു. അതിനെക്കുറിച്ചൊന്നും ഞാനിവിടെ പറയുന്നില്ല. നമ്മൾ ഒരു സ്പീക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മാത്രമേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്നാമതായിട്ട് ഒരു സ്പീക്കിംഗ് കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതിനകത്ത് 3 കാര്യങ്ങളാണ് ഉള്ളത്. അത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഒന്നാമത്തേന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു സെറ്റിംഗ് ഉണ്ടായിരിക്കും, പിന്നീട് ഒരു സിനാരിയോ ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞിട്ട് കുറച്ച് ബുള്ളറ്റ് പോയിൻറ്റ്സ് ഇട്ട് നമുക്ക് കുറച്ച് ടാസ്കും തന്നിട്ടുണ്ടായിരിക്കും. സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺവെർസേഷൻ നടക്കുന്ന സ്ഥലം എവിടെയാണെന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇറ്റ് മേ ബി എ ഹോസ്പിറ്റൽ വാർഡ്, എമർജൻസി വാർഡ്, ICU, അതെന്തുമാകാം. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ സിനാരിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, നമ്മളുടെ പേഷ്യൻ്റെ പ്രായം എത്രയാണ്, അത് മെയിലാണോ ഫീമെയിലാണോ, പേഷ്യൻ്റെ പ്രോബ്ലം എന്താണ്, എന്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആയിരിക്കും ഈ സിനാരിയോയിൽ തരുന്നത്. അത് കഴിഞ്ഞ് ടാസ്ക് എന്ന് പറയുമ്പോൾ ഒരു 5-6 ടാസ്ക് മിനിമം എന്തായാലും നമുക്ക് എല്ലാ റോൾ പ്ലേസിലും കാണും. അപ്പം അവിടെ ഓരോ ബുള്ളറ്റ് പോയിൻറ്റ്സ് ഇട്ട് നമുക്ക് ഓരോ ടാസ്ക് തരും. അതിനകത്ത് ഒരു ടാസ്കിനകത്ത് തന്നെ പല കാര്യങ്ങൾ കാണും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാര്യം, ഒരു ടാസ്ക് പോലും നമുക്ക് വിട്ടുപോകരുത്. അതായത് ഒരു മെയിൻ ടാസ്കിനകത്തുള്ള സബ് പോയിൻറ്റ്സുകളുണ്ടല്ലോ, അതുപോലും നമ്മൾ വിട്ടുപോയാൽ പറ്റുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ടൈമിന് മുന്നേ നമുക്ക് ഈ സ്പീക്കിംഗ് തീരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുണ്ടാവാതിരിക്കാനും, അതുപോലെ തന്നെ നമ്മുടെ ടാസ്ക് മിസ്സായാൽ നമ്മുടെ സ്കോറിനെ അത് ബാധിക്കാം. അപ്പം അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിച്ച് പോകുന്നതിനിടയിൽ തന്നെ നമ്മൾ കവർ ചെയ്ത പോയിൻറ്റുകൾ ടിക്ക് ചെയ്ത് പോവുക. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരു റോൾ പ്ലേ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് നോൺ ആണോ അൺനോൺ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നോൺ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആ പേഷ്യൻറ്റിനെ അറിയാം. പുതുതായിട്ടൊരു പേഷ്യൻ്റാണ് വരുന്നതെങ്കിൽ അത് അൺനോൺ കേസ്. നമ്മൾ ആദ്യമായിട്ടൊരു പേഷ്യൻറ്റിനോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ആ പേഷ്യൻറ്റിനെ കുറിച്ച് ഒന്നും തന്നെ നമുക്കറിയത്തില്ല. അപ്പോൾ അത് അൺനോൺ കേസ്. പിന്നെ പേഷ്യൻ്റ് ഹോസ്പിറ്റൽ വാർഡിൽ കിടക്കുന്ന അല്ലെങ്കിൽ റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റ്, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അത് നോൺ കേസായിരിക്കും. നോൺ കേസും അൺനോൺ കേസും ഒക്കെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയുമെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് ഈ സ്പീക്കിങ് നോക്കാം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന കാർഡിൽ ഹോസ്പിറ്റൽ ആണ് സെറ്റിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് സിനാരിയോയിലോട്ട് പോകാം. യുവർ പേഷ്യൻറ്റ് ഈസ് 44 years old and presenting for discharge following medical assessment for syncope. Preliminary tests indicate postural hypotension as the cause. You are discussing the discharge plan and reviewing the instructions for the patient to monitor his or her blood pressure at home. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മളൊരു 44 വയസ്സുള്ള പേഷ്യൻറ്റിനോടാണ് സംസാരിക്കുന്നത്. പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റ് പ്രിപ്പയറിങ് ഫോർ ഡിസ്ചാർജ് ആണ്. അസസ്മെൻ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പേഷ്യൻറ്റിന് ഡിസ്ചാർജാണ്. പേഷ്യൻ്റ് വന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, അസസ്മെൻ്റൊക്കെ നടത്തിയത് സിൻകോപ്പ് ആയിരുന്നു പേഷ്യൻ്റെ പ്രോബ്ലമായിട്ട്, അതായത് ഫെയിൻറ്റ് ചെയ്ത് വന്ന പേഷ്യൻ്റാണ്. അപ്പം ആ പേഷ്യൻറ്റിന് പ്രിലിമിനറി ടെസ്റ്റുകളെല്ലാം നടത്തി അതിനകത്തുനിന്ന് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, പോസ്ചറൽ ഹൈപ്പോടെൻഷനാണ്. പോസ്ചറൽ ഹൈപ്പോടെൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, അതായത് നമ്മുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുന്നു. അങ്ങനെ ഫെയിൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോസ്ചറൽ ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു സിൻകോപ്പായിട്ടാണ് പേഷ്യൻ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അസസ്മെൻറ്റ് നടത്തിയപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോസ്ചറൽ ഹൈപ്പോടെൻഷനാണ്. ഇനി നമ്മൾ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ആക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട, എങ്ങനെയൊക്കെയാണ് പേഷ്യൻ്റ് വീട്ടിൽ അവരുടെ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയും അതിൻ്റെ റിവ്യൂ ഇൻസ്ട്രക്ഷൻസിനെ പറ്റിയും ഒക്കെ പേഷ്യൻറ്റിനോട് അഡ്വൈസ് ചെയ്യാനുള്ള
ഒരു സ്പീക്കിംഗ് കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഒന്നാമത്തെ ടാസ്കിലോട്ട് നോക്കുന്നു. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ സീയിങ് ദ പേഷ്യൻറ്റ്, ഡിസ്ചാർജ് ഡിസ്കഷൻ, ഫൈൻഡ് ഔട്ട് ഹൗ ദ പേഷ്യൻസ് ഫീലിംഗ് എബൌട്ട് ഗോയിങ് ഹോം. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് പറയുന്നത് എന്താണ്? എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ സീയിങ് പേഷ്യൻറ്റ്. അപ്പോൾ ഇതൊരു നോൺ കേസാണ്. അപ്പം ആര് കാണുന്നതിൻ്റെ റീസണാണ് നമ്മൾ പറയേണ്ടത്. ഇവിടെ നേഴ്സ് വന്നതിൻ്റെ റീസണാണ്, നേഴ്സ് പേഷ്യൻ്റെ അടുക്കലോട്ട് വന്നതിൻ്റെ റീസണാണ് പറയേണ്ടത് അല്ലേ. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ സീയിങ് ദ പേഷ്യൻറ്റ്. അതെന്താണ് റീസൺ എന്ന് പറയുന്നത്? ഡിസ്ചാർജ് ഡിസ്കഷനെ പറ്റി സംസാരിക്കാനാണ് നേഴ്സ് ഇപ്പം പേഷ്യൻ്റെ അടുത്തോട്ട് വന്നത്. ഫൈൻഡ് ഔട്ട് ഹൗ ദ പേഷ്യൻസ് ഫീലിംഗ് എബൌട്ട് ഗോയിങ് ഹോം. എന്നിട്ട് പേഷ്യൻറ്റിനോട് തിരക്കുക, വീട്ടിൽ പോകുന്നതിനെ പറ്റി പേഷ്യൻറ്റിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് പേഷ്യൻറ്റിനോട് തിരക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്കിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ സെറ്റിങ്ങിലോ സിനാരിയോയിൽ നമുക്ക് ഒരു പ്രത്യേക ടൈം പറഞ്ഞിട്ടില്ല അല്ലേ. അതായത് മോർണിംഗ് ആണെന്നോ ഈവനിങ് ആണെന്നോ ഒന്നും തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു ടൈം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലൂസ് ഒന്നും തന്നെ നമ്മുടെ സിനാരിയോയിലില്ല. അപ്പം നമ്മൾ ഇപ്പം ഞാൻ ചെയ്യുന്നത്, ഇതിപ്പം പ്രാക്ടീസ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ മോർണിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ മോർണിംഗ് ആയിട്ട് തന്നെ എടുത്ത് സംസാരിക്കുന്നത്. ഇപ്പം നമ്മുടെ എക്സാംസ് എല്ലാം വരുന്നത് ഒരു ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും അല്ലേ. അപ്പം നമുക്ക് എപ്പോഴും ഈ ടൈം ഇൻഡിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗുഡ് ആഫ്റ്റർനൂൺസ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ് മിസ്റ്റർ പീറ്റർ, മൈ നെയിം ഈസ് വീണ. ഐ എം വൺ അമംഗ് ദ രജിസ്റ്റേർഡ് നഴ്സസ് വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ. അപ്പോൾ ഇവിടെ ഞാൻ ആരാണെന്ന് പറഞ്ഞു, എൻ്റെ പൊസിഷൻ എന്താണെന്നും ഞാനിവിടെ പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് പറയേണ്ടത്? നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശമാണ് പറയേണ്ടത് അല്ലേ. അപ്പം നമ്മൾ പറയുകയാണ്, ആക്ച്വലി ഐ എം ഹിയർ ടു എക്സ്പ്ലെയിൻ എ ഗ്ലാഡ് ന്യൂസ്. ദാറ്റ് ഈസ് നത്തിങ്. യു വിൽ ബി ഡിസ്ചാർജ് ടുഡേ. വാട്ട് യു ഫീൽ അബൌട്ട് ദാറ്റ്? അപ്പം നമ്മൾ പറയുവാണ്, ഞാനിവിടെ വന്നത് ഒരു ഗ്ലാഡ് ന്യൂസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മറ്റൊന്നുമല്ല, നിൻ്റെ ഡിസ്ചാർജ് എല്ലാം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നിന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതിനെപ്പറ്റി എന്താണ് നിനക്ക് തോന്നുന്നത്? നിൻ്റെ ഫീലിങ്സ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പേഷ്യൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓ നേഴ്സ്, ദിസ് ഈസ് നോട്ട് എ ഗുഡ് ന്യൂസ് ഫോർ മീ. ഐ തിങ്ക് യു പീപ്പിൾ ആർ ഡിസ്ചാർജിങ് മീ വെരി സൂൺ. അപ്പോൾ പേഷ്യൻറ്റിന് അതൊരു ഗുഡ് ന്യൂസായിട്ട് തോന്നുന്നില്ല. നമ്മൾ സാധാരണഗതിയിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഒരു ന്യൂസ് പറയുമ്പോൾ അത് ഫീൽ ചെയ്യുന്നത് അല്ലേ. ചിലരാണെങ്കിൽ ഡിസ്ചാർജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ്. അവർക്കിതെന്ന് പറയുമ്പോഴത്തേക്ക് ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ചിലർക്ക് ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാനായിരിക്കും, കാരണം ഒരുപാട് ആങ്ഷ്യസ് ആയിട്ടുള്ളവരാണ്. ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാനായിരിക്കും അവരാഗ്രഹിക്കുക. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരാളാണ് നമ്മുടെ പീറ്റർ എന്ന് പറയുന്നത്. പീറ്റർ പറയുവാണ്, ഓ നഴ്സ്, ദിസ് ഈസ് നോട്ട് എ ഗുഡ് ന്യൂസ് ഫോർ മീ. ഐ തിങ്ക് യു പീപ്പിൾ ആർ ഡിസ്ചാർജിങ് മീ വെരി സൂൺ. ഇങ്ങനെ പറയുമ്പോൾ ഒരു നേഴ്സ് എന്ന രീതിയിൽ നമുക്ക് എന്ത് പറയാം? ഓ, ഐ എം സോറി ടു ഹിയർ ദാറ്റ് യു ആർ നോട്ട് വില്ലിങ് ടു ഗോ ഹോം. വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട്സ് ബോദറിങ് യു എക്സാക്ട്ലി? അപ്പോൾ നേഴ്സ് ചോദിക്കുകയാണ്, ഓ അങ്ങനെ നിനക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ ഇഷ്ടമില്ല എന്നറിഞ്ഞതിൽ എനിക്ക് സങ്കടമുണ്ട്. എന്താണ് നിൻ്റെ യഥാർത്ഥ കാരണം? ഈ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാൻ നീ തീരുമാനിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പീറ്റർ എന്തു പറഞ്ഞു? സിസ്റ്റർ, ഐ തിങ്ക് ഐ എം നോട്ട് പെർഫെക്റ്റ്ലി ഓക്കെ. അപ്പം പീറ്ററിൻ്റെ കൺസേൺ എന്താണ്? അയാളുടെ ഹെൽത്ത് ശരിക്കും ഓക്കെ ആയില്ല എന്നുള്ളത് വെച്ചിട്ടാണ് പീറ്ററിന് വീട്ടിലോട്ട് പോകാൻ ഒരു വിഷമം. അപ്പം പീറ്റർ പറയാണ്, ഐ തിങ്ക് ഐ എം നോട്ട് പെർഫെക്റ്റ്ലി ഓക്കെ. ഇനി നേഴ്സ് എന്താണ് അപ്പോൾ പറയുക? മിസ്റ്റർ പീറ്റർ, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. ഇഫ് ഐ വെയർ യു, ഐ വുഡ് ഓൾസോ തിങ്ക് ലൈക്ക് ദിസ് വേ. ബട്ട് ഐ അഷ്വർ യു ദാറ്റ് അറ്റ് പ്രസൻറ്റ് ദർ ഈസ് നോ ഡേഞ്ചർ ടു യുവർ ഹെൽത്ത്. അപ്പോൾ നേഴ്സ് പറഞ്ഞത് എന്താണ്? മിസ്റ്റർ പീറ്റർ, എനിക്ക് നീ നിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു പക്ഷേ ഞാനായിരുന്നു നിൻ്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ ഇതുപോലൊക്കെ തന്നെയായിരിക്കും ചിന്തിക്കുക. പക്ഷേ ഞാനൊരു കാര്യം നിനക്ക് അഷ്വർ ചെയ്യുന്നു. എന്താണ്? ഇപ്പോൾ നിൻ്റെ ഹെൽത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്ന് ഞാൻ അഷ്വർ ചെയ്യുന്നു. അതെങ്ങനെയാണ്? ഇനി എന്താണ് സിസ്റ്റർ പറയുന്നത് നോക്കാം. മോറോവർ, this decision is made by the multidisciplinary team based on your assessment, so you can go home without any concern.
അപ്പോൾ നേഴ്സ് ഇതെല്ലാം പറഞ്ഞു, നിൻ്റെ സിറ്റുവേഷനൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ നിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. ദർ ഈസ് നോ ഡേഞ്ചർ ടു യുവർ ഹെൽത്ത്. Moreover, this decision is made by the health multidisciplinary team based on your assessment, so you can go home without any concern. അത് ഇത്രയും നമ്മൾ ഒരു നഴ്സ് പറഞ്ഞു കൊടുത്തു. മിസ്റ്റർ പീറ്റർ, ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് മൈ എക്സ്പ്ലനേഷൻ? പിന്നെ ചോദിക്കുകയാണ്, ഈ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് നിനക്ക് സാറ്റിസ്ഫൈഡ് ആയോ, നീ വില്ലിങ് ആയോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം പീറ്റർ പറയും, യെസ് നേഴ്സ്. അതിനുശേഷം നേഴ്സ് പറയാണ്, ഓക്കെ, ഐ എം ഗ്ലാഡ് ടു ഹിയർ ദാറ്റ് യു ആർ അക്സെപ്റ്റിംഗ് മൈ വേർഡ്സ്. അപ്പം ഒരു കൺസേൺ പറഞ്ഞപ്പോൾ അതിനുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ കൺസേണിൻ്റെ കാര്യം എന്താണെന്ന് തിരക്കി നമ്മൾ അതിനൊക്കെയുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻസും അവരെ ഒന്ന് കാമാക്കി. അതിനുശേഷം നമ്മൾ പറയുകയാണ്, മിസ്റ്റർ പീറ്റർ, ഐ എം ഗ്ലാഡ് ടു ഹിയർ ദാറ്റ് യു ആർ അക്സെപ്റ്റിംഗ് മൈ വേർഡ്സ്. ഒരു സജഷൻ കൊടുത്തപ്പോൾ പീറ്റർ അത് അക്സെപ്റ്റ് ചെയ്തു. ഇപ്പം പീറ്റർ പോവാൻ വില്ലിങ്ങായി, ഡിസ്ചാർജ് ആവാൻ വില്ലിങ്ങായി. അപ്പം നമ്മൾ ഒരു പേഷ്യൻ്റെ സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം, അല്ലേ? ഐ എം ഗ്ലാഡ് ടു ഹിയർ ദാറ്റ് യു ആർ അക്സെപ്റ്റിംഗ് മൈ വേർഡ്സ്. ഇനി അതിനുശേഷം നേഴ്സ് പറയാണ്, വെൽ മിസ്റ്റർ പീറ്റർ, ഡു you have any idea regarding how to monitor your blood pressure at home? ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എങ്ങനെയാണ് നിൻ്റെ ബ്ലഡ് പ്രഷർ വീട്ടിൽ ചെല്ലുമ്പോൾ മോണിറ്റർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് നേഴ്സ് ചോദിക്കുകയാണ്. പീറ്റർ, നേഴ്സ്, ഡോക്ടർ ടോൾഡ് മീ എവറിത്തിങ് ബട്ട് ഐ ഫോർഗെറ്റ് ദാറ്റ്. അപ്പം പീറ്റർ പറയാണ്, ഡോക്ടർ എല്ലാം എന്നോട് പറഞ്ഞു, പക്ഷേ ഞാനതെല്ലാം മറന്നുപോയി. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓക്കെ മിസ്റ്റർ പീറ്റർ, ഡോണ്ട് ബി ആങ്ഷ്യസ്, ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ. അപ്പം നമ്മൾ പറയുകയാണ്, ഒരിക്കലും പാനിക് ആവേണ്ട, ആങ്ഷ്യസ് ആവേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എല്ലാം നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇനി നമ്മൾ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സ്പീക്കിംഗ് കാർഡിലുള്ള കാര്യങ്ങൾ വെറുതെ അങ്ങ് ഇരുന്ന് അതേപോലെ ടാസ്ക് അങ്ങ് പറയുമ്പോൾ നമുക്ക് കേൾക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, അല്ലേ? അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച്, എന്നാൽ വലിയൊരു ഇതൊന്നുമല്ല, നമ്മൾ ചെറിയ ഒരു വേർഡ്സൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ കാർഡിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ തന്നെ നമ്മളൊന്ന് പറയുക. അപ്പോൾ കേൾക്കുന്നവർക്ക് തോന്നും എന്തോ വലിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നതെന്ന്. പക്ഷെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു പുട്ടിന് പീര ഇട്ട് കൊടുക്കുന്ന കണക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ഒരു പൊടുപ്പും തൊങ്ങലും ഒക്കെ വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളുടെ സ്പീക്കിംഗ് കേൾക്കുമ്പം വിചാരിക്കും വലിയ ആഷ്പുഷൊക്കെയാണ്, പക്ഷേ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. നമ്മൾ പറയണം, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ഒരു പ്രൊസീജിയർ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഫസ്റ്റ് നിങ്ങളിത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് തിങ് ഈസ്, അങ്ങനെ പറഞ്ഞ് നമ്മൾ കുറച്ച് സൈൻ പോസ്റ്റിങ്സൊക്കെ നമ്മളിവിടെ ഇട്ട് കൊടുക്കുക. അപ്പം കേൾക്കാൻ ഒരു രസമായിരിക്കും. ഞാൻ പറയാണ്, ഫസ്റ്റ് ഓഫ് ഓൾ യു ക്യാൻ ടേക്ക് ദ റീഡിങ്സ് ടോയ്സ് ഡെയിലി, ബട്ട് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്, ടേക്ക് ദ റീഡിങ് അറ്റ് ദ സെയിം ടൈം എവറി ഡേ ഫോർ 1 വീക്ക് ആൻഡ് ഡോക്യുമെൻറ്റ് ദ റീഡിങ്സ്. ഇങ്ങനെ പറയുവാണ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ റീഡിങ്സ് ദിവസം 2 നേരം നോക്കണം. പക്ഷേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? എപ്പം നിങ്ങൾ നോക്കിയാലും ഒരു കറക്റ്റ് ടൈമിൽ വേണം നോക്കാൻ. അതായത് ഇന്നിപ്പോൾ 8 മണിക്കാണ്, രാവിലെ 8 മണിക്കാണ് നോക്കുന്നതെങ്കിൽ നാളെ നിങ്ങൾ രാവിലെ 8 മണിക്ക് തന്നെ നോക്കുക എന്നുള്ളൊരു സംഭവമാണ് പറയുന്നത്. സെയിം ടൈം എവറി ഡേ. ഇത് ഇങ്ങനെ എത്ര നാൾ തുടരണം? ഫോർ 1 വീക്ക്, ഒരാഴ്ചത്തേക്ക് നിങ്ങളിങ്ങനെ തുടരണം. എന്നിട്ട് അത് നമ്മൾ എടുക്കുന്ന റീഡിങ്സൊക്കെ ഡോക്യുമെൻറ്റ് ചെയ്യുകയും വേണം. ഇത്രയും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം പറഞ്ഞു കൊടുത്തു, ഇനി അവരത് ചെയ്യുമോ എന്നറിയണ്ടേ? അത് നമ്മൾ ചോദിക്കണമല്ലോ. അപ്പം ചോദിക്കുകയാണ്, ഒന്നുകൂടെ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ യു ക്യാൻ ടേക്ക് ദ റീഡിങ്സ് ടോയ്സ് ഡെയിലി, ബട്ട് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്, ടേക്ക് ദ റീഡിങ്സ് അറ്റ് ദ സെയിം ടൈം എവറി ഡേ ഫോർ 1 വീക്ക് ആൻഡ് ഡോക്യുമെൻറ്റ് ദ റീഡിങ്സ്. വിൽ യു ബി ഡു ദാറ്റ്? നമ്മൾ ചോദിക്കുകയാണ്, ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുകയാണ്, അതൊക്കെ ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഡെഫിനറ്റ്ലി എന്ത് പറയും പീറ്റർ? അപ്പം പീറ്റർ പറയും, യെസ് നേഴ്സ്. അപ്പോൾ
പീറ്റർ നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്തു, അതിന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? ഓക്കെ മിസ്റ്റർ പീറ്റർ, ദാറ്റ്സ് ഗ്രേറ്റ് എന്ന് പറയും. നമ്മൾ പറയുകയാണ് ഓക്കെ, നമ്മൾ പറഞ്ഞതൊക്കെ കേൾക്കാമെന്ന് പറഞ്ഞു. അപ്പം അത് നല്ല ഒരു കാര്യമാണ്. ഇനി നമ്മൾ നേഴ്സ് പറയുകയാണ്, പീറ്റർ, വൺ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് ഇഫ് യു ഹാവ് എനി കൺസേൺ റിഗാർഡിങ് യുവർ റീഡിങ്സ് പ്ലീസ് കോൺടാക്റ്റ് യുവർ ഡോക്ടർ. അപ്പം പീറ്ററിനോട് പറയുകയാണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ റീഡിംഗ് ഒക്കെ നോക്കുന്നത് കൊള്ളാം. റീഡിങ് നോക്കുമ്പോൾ എന്തെങ്കിലും കൺസേൺ നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇത് കൂടുതലാണോ, എൻ്റെ പ്രഷർ കൂടുതലാണോ അല്ലെങ്കിൽ കുറഞ്ഞു പോയോ, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു കൺസേൺ നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡോക്ടറെ കോൺടാക്റ്റ് ചെയ്യണം എന്ന് നേഴ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്രയും പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത കാര്യം, അടുത്ത ടാസ്കിലോട്ട് നമ്മൾ പോവുകയാണ്. മിസ്റ്റർ പീറ്റർ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് എപ്പോഴും അവരുടെ ഒരു പെർമിഷൻ എടുത്തിരിക്കണം. പറയുകയാണ്, മിസ്റ്റർ പീറ്റർ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ. അപ്പം പീറ്റർ എന്ത് പറഞ്ഞു, ഓക്കെ നേഴ്സ്. അപ്പം പേഷ്യൻ്റ് നമുക്കൊരു സമ്മതം തന്നതാണ്, അന്നേരം നമ്മൾ അതിനെ അപ്രീഷിയേറ്റ്, താങ്ക് യു ഫോർ അലൗവിങ് മീ ടു ആസ്ക് എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു. അതിനുശേഷം പറയുകയാണ്, നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, മിസ്റ്റർ പീറ്റർ, ഡു യു ഗെറ്റ് എനി സപ്പോർട്ട് ഫ്രം യുവർ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് ഓർ നൈബേഴ്സ്? നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നോ നൈബേഴ്സിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പം കാരണം എന്താ, വീട്ടിൽ പോവുകയാണ് അല്ലേ, പേഷ്യൻ്റ് വീട്ടിൽ പോവുകയാണ്. അപ്പം അവിടെ പോയാലും പേഷ്യൻറ്റിനെ നോക്കാനും പേഷ്യൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനോ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്, സപ്പോർട്ട് കിട്ടുമോ എന്നുള്ളത്. അപ്പം പീറ്റർ പറയുകയാണ്, യെസ് നേഴ്സ്, മൈ വൈഫ് ഈസ് ദെയർ ടു സപ്പോർട്ട് മീ. എൻ്റെ ഭാര്യയുണ്ട് അവിടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പം ഒരു നല്ല കാര്യമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുക. ദാറ്റ്സ് ഗുഡ്. യു നോ വൈ ഐ ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ? ഇഫ് യു ഗെറ്റ് എനി കൈൻഡ് ഓഫ് ഡിസ്കംഫോർട്ട് ദേ ക്യാൻ ഹെൽപ്പ് യു അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഞാൻ എന്താണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് അവർ വയ്ക്കത്തില്ല, എന്തിനാണ് ഞാൻ ഇതൊക്കെ തിരക്കുന്നതെന്ന്. അപ്പോൾ അതിന് പറയുവാണ്, ഞാൻ എന്തുകൊണ്ടാണിത് ചോദിച്ചതെന്ന് വെച്ചാൽ നിനക്ക് എന്തെങ്കിലും ഒരു ഡിസ്കംഫോർട്ട് വീട്ടിൽ വെച്ച് ഉണ്ടായാൽ അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഡു യു ഹാവ് എനി കൺസേൺ? എന്തെങ്കിലും കൺസേൺ ഉണ്ടോ പീറ്റർ? നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാല്ലോ, അവർക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഇടയ്ക്ക് തിരക്കണം. ഇടയ്ക്കൊക്കെ ഇതൊരു ശരിക്കും ഒരു പ്രോപ്പർ കോൺവെർസേഷൻ ആണോയെന്ന് തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുക്കണം അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഇതൊരു മോണലോഗായി പോവും. അപ്പം നിങ്ങൾക്ക് എന്നെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ, എന്തെങ്കിലും ഒരു കാര്യം, ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ പെർമിഷൻ എടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ സ്പീക്കിംഗ് ഒരുവിധം നല്ലതാവും. അപ്പം ഡു യു ഹാവ് എനി കൺസേൺ? അപ്പം പീറ്റർ പറഞ്ഞു, നോ നേഴ്സ്. അപ്പം നേഴ്സ് എന്താ പറയുക, okay, one more thing I would like to tell you that you have a review appointment in 1 week. That time your doctor will check your blood pressure and look at the readings also. Moreover, if you have any concern regarding your condition, you can discuss with the doctor. അപ്പം പറയുകയാണ്, ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്താണത്? എനിക്കൊരു റിവ്യൂ അപ്പോയിൻമെൻ്റ് ഉണ്ട് 1 week ടൈമിൽ. ആ ടൈമിൽ ഡോക്ടർ നിൻ്റെ ബ്ലഡ് പ്രഷർ നോക്കും, അതുപോലെ തന്നെ നിങ്ങളോട് റീഡിങ്സ് എല്ലാം എടുത്തു വെക്കാൻ പറഞ്ഞില്ലേ, അപ്പം ആ കാര്യങ്ങൾ, ആ റീഡിങ്സും ഡോക്ടർ നോക്കും. കൂടാതെ എന്തെങ്കിലും നിനക്ക് ഈ ബ്ലഡ് പ്രഷറിനെ പറ്റിയോ അല്ലെങ്കിൽ നിൻ്റെ കണ്ടീഷനെ പറ്റിയോ എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ നിനക്ക് ആ ടൈമിൽ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണെന്ന് നേഴ്സ് പറഞ്ഞു കൊടുക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നേഴ്സ് പറഞ്ഞു കൊടുത്തു. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. ഇനി അടുത്തത് എന്താണ്, നമ്മൾ ചോദിക്കുകയാണ് ഇനി എന്തെങ്കിലും നമ്മൾ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തു തരേണ്ടതുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ചോദിക്കുകയാണ്. ഈസ് ദെയർ എനിത്തിങ് ഐ നീഡ് ടു ക്ലാരിഫൈ യു? എന്തെങ്കിലും ഇനി ഞാൻ ക്ലാരിഫൈ ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം പീറ്റർ പറയുന്നത് നോ നേഴ്സ്. ഓക്കെ, അപ്പം നേഴ്സ് എന്താ പറയുക, വെൽ മിസ്റ്റർ പീറ്റർ, ഐ തിങ്ക് യു ഗോട്ട് ആൻ ഐഡിയ റിഗാർഡിങ് ഹൗ ടു മോണിറ്റർ യുവർ ബ്ലഡ് പ്രഷർ അറ്റ് ഹോം.
അപ്പം ഇത് പേഷ്യൻറ്റിനോട് നമ്മൾ എല്ലാ കാര്യങ്ങളും ടാസ്കിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ചോദിക്കുന്നത് എന്താണ്, ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് നിനക്ക് അറിയാനുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം പേഷ്യൻ്റ് പറയുന്നു ഇല്ല എന്ന് പറയുന്നു. അപ്പം നമ്മളെങ്ങനെയാണ് ഒരു സ്പീക്കിംഗ് വൈൻഡപ്പ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. എല്ലാ സ്പീക്കിങ്ങിനെയും നമ്മൾ ഒരുപോലെ തന്നെ കാണരുത്. അപ്പോൾ എന്താണോ നമ്മുടെ ടോപ്പിക്ക് അതിനെ അനുസരിച്ചായിരിക്കണം നമ്മുടെ വൈൻഡപ്പ് ചെയ്യേണ്ടത്, സ്പീക്കിംഗ് വൈൻഡപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ സ്പീക്കിംഗ് കാർഡിനകത്ത് എന്തായിരുന്നു തന്നത്, ഒരു ബ്ലഡ് സിൻകോപ്പായിട്ടുള്ള പേഷ്യൻറ്റിന് ഡിസ്ചാർജ് അഡ്വൈസ് കൊടുക്കുന്നു, എങ്ങനെയാണ് BP മോണിറ്റർ ചെയ്യേണ്ടതെന്നും റിവ്യൂ അപ്പോയിൻമെൻറ്റിന് വരേണ്ട കാര്യത്തെ പറ്റിയും ഒക്കെ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരിതാണ്. അപ്പം നമ്മൾ അതിനെ സംബന്ധിച്ചായിരിക്കണം നമ്മുടെ കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. നമ്മൾ പറയാണ്, വെൽ മിസ്റ്റർ പീറ്റർ, ഐ തിങ്ക് യു ഗോട്ട് ആൻ ഐഡിയ റിഗാർഡിങ് ഹൗ ടു മോണിറ്റർ യുവർ ബ്ലഡ് പ്രഷർ അറ്റ് ഹോം. ഓക്കെ, നൗ ഐ ആം ലീവിങ്, പ്ലീസ് വെയിറ്റ് ഹിയർ, ഐ വിൽ ബി ബാക്ക് വിത്ത് യുവർ ഡിസ്ചാർജ് സമ്മറി. അപ്പം നമ്മൾ പറയുകയാണ്, ഓക്കെ ഞാനിപ്പോൾ പോവുകയാണ്, ഞാൻ നിൻ്റെ ഡിസ്ചാർജ് സമ്മറിയൊക്കെ ആകുമ്പോൾ അതുമായിട്ട് വരാം എന്ന് പറഞ്ഞ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു സ്പീക്കിംഗ് ചെയ്യുക. അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ രീതിയുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ സ്പീക്ക് ചെയ്തത്. ഇത് ഓരോരുത്തർക്കും എങ്ങനെയാണിത് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാനിങ്ങനെയായിരുന്നു എൻ്റെ സ്പീക്കിങ്ങൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ മാക്സിമം ശ്രമിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ടോണ് മാറ്റാനുള്ള ശ്രമിക്കുക. കാരണം ഒരു ഹാപ്പി ആയിട്ടുള്ള തിങ് കേൾക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ടോണ്, സാഡായിട്ടുള്ള കാര്യം കേൾക്കുമ്പോൾ അതനുസരിച്ച് നമ്മുടെ പിച്ച് ലോ ആവുക, അങ്ങനെയൊക്കെ കൂടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്പീക്കിംഗ് വളരെ മനോഹരമായിരിക്കും. അതെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് മിറർ പ്രാക്ടീസിങ് ഒക്കെ ചെയ്യുന്നത് കൂടി, അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് നമ്മുടെ സ്പീക്കിംഗ് റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കേട്ട് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് നമ്മളുടെ മിസ്റ്റേക്ക് വരുന്നത് എന്നുള്ളത്. ഹമ്മിങ്സ് ഉണ്ടെങ്കിൽ അതിന് ഉള്ള മാർഗ്ഗങ്ങൾ നോക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ 4 മൊഡ്യൂളിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. നമ്മളത് കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മളുടെ വരുതിയിൽ വരും. ലിസണിങ്ങും റീഡിങ്ങും പോലെയല്ല സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനെ നമുക്ക് വരുതിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരിതാണ്. പക്ഷേ ഏത് കാര്യമാണെങ്കിലും വിത്ത് പ്രാക്ടീസ് ഉള്ളി നമുക്ക് അതൊരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, 4 മൊഡ്യൂളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് റീഡിങ് ലിസണിങ്ങിലാണ്. കാരണം അവിടെയാണ് ഒരുപാട് ഫെയിലുവർ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ലിസണിങ്ങും റീഡിങ്ങുമാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇതാണ്. ചിലർക്ക് റീഡിങ്ങും ലിസണിങ്ങും വളരെ എളുപ്പമായിരിക്കും, പക്ഷേ സ്പീക്കിങ്ങിനായിരിക്കും ബുദ്ധിമുട്ട്. ചിലർക്ക് റൈറ്റിങ്ങിനായിരിക്കും. അപ്പോൾ അവരവരുടെ പ്രോബ്ലം എവിടെയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. Thank you.